കോൺഗ്രസിൽ പോസ്റ്റർ ഫ്ലക്സ് യുദ്ധത്തിന് അവസാനമില്ല. കെ.സി. വേണുഗോപാലിനെയും വി.ഡി. സതീശനെയും അനുകൂലിച്ചാണ് പോസ്റ്ററുകളും ഫ്ലക്സുകളും സ്ഥാപിച്ചത്. വി.ഡി. സതീശനെ മുഖ്യമന്ത്രിയാക്കണമെന്നാവശ്യപ്പെട്ട് കോട്ടയത്ത് മധ്യവയസ്കൻ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. AICC വിലക്ക് ലംഘിച്ചാണ് പരസ്യ പ്രചാരണവും പ്രതികരണങ്ങളും നടക്കുന്നത്. നാച്ചുറൽ ചോയ്സ് വി.ഡി. എന്നാണ് തിരുവനന്തപുരത്ത് സതീശൻ അനുകൂലികൾ ഉയർത്തിയ പോസ്റ്റർ. കുഞ്ഞുഞ്ഞിനു ശേഷം കെ.സി. എന്ന് മറ്റൊരു പക്ഷം. MLA ഹോസ്റ്റൽ, വെള്ളിയമ്പലം, പാളയം തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം പോസ്റ്റർ യുദ്ധമുണ്ട്. KPCCക്ക് മുന്നിൽ സ്ഥാപിച്ച കെ.സി. അനുകൂല പോസ്റ്ററിലും വെള്ളിയമ്പലത്ത് വി.ഡി. സതീശന്റെ ഫ്ലക്സിലും അജ്ഞാതർ കരിയോയിലൊഴിച്ചു. കോട്ടയത്ത് വി.ഡി. സതീശനെ മുഖ്യമന്ത്രിയാക്കണമെന്ന് ആവശ്യപ്പെട്ട് മധ്യവയസ്കൻ നടുറോട്ടിൽ പെട്രോൾ ഒഴിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. ബേക്കറി ജംഗ്ഷനിൽ കെ.സിക്കായി പടുകൂറ്റൻ ഫ്ലക്സ് ഉയർന്നു. വി.ഡി. സതീശനെ അനുകൂലിച്ച് കാസർഗോഡ് നീലേശ്വരത്തും പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടു. വി.ഡി. സതീശനെ മുഖ്യമന്ത്രിയാക്കണമെന്നാവശ്യപ്പെട്ട് അനുകൂലികൾ ആലുവ, കീഴ്മാട് അനൗൺസ്മെന്റ് നടത്തി. ഇടുക്കി അടിമാലിയിലും മാങ്കുളത്തും രമേശ് ചെന്നിത്തലയ്ക്ക് അഭിനന്ദനങ്ങൾ അർപ്പിച്ച് ഫ്ലക്സ് ബോർഡുകളുണ്ട്. UDFനെ വൻ വിജയത്തിലേക്ക് നയിച്ചത് പ്രചരണ സമിതി ചെയർമാൻ രമേശ് ചെന്നിത്തല എന്നാണ് അവകാശവാദം. അതേസമയം ഡൽഹിയിലും ഫ്ലക്സ് യുദ്ധം തുടരുകയാണ്. ഡൽഹിയിൽ AICC അധ്യക്ഷൻ മല്ലികാർജുൻ ഖർഗെയുടെ വീടിന് മുന്നിൽ കെ.സി. വേണുഗോപാലിനെതിരെ ഫ്ലക്സ് ഉയർന്നു. ഇന്ന് രാത്രി കേരള ഹൌസിൽ വി.ഡി. സതീശന് ഡൽഹി സർവകലാശാല വിദ്യാർത്ഥികൾ സ്വീകരണമൊരുക്കുന്നുണ്ട്. രഹസ്യപോരിന് ശക്തമായ വിലക്കുണ്ടെന്നും തെറ്റായ രീതിയെന്നും KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്. അതും ബന്ധപ്പെട്ട നേതാക്കന്മാരും ശ്രദ്ധിക്കണം, അണികളും ശ്രദ്ധിക്കണം. ആരാ മുഖ്യ ശത്രു രാഷ്ട്രീയത്തിൽ? ഞങ്ങൾ ആരെങ്കിലും ഒരു നേതാവിന് എതിരായിട്ട് പറയുകയോ അനുകൂലമായിട്ട് വാദിക്കുകയോ ഒന്നും ചെയ്തിരുന്നില്ല. അപ്പോൾ അത് എല്ലാവരും അവരവരുടേതായ രൂപത്തിലുള്ള അതിൻ്റെ സംയമനം പാലിക്കാൻ ഞാൻ എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ്, ആവശ്യപ്പെടുകയാണ്. പരസ്യ പ്രചാരണവുമായി ബന്ധപ്പെട്ട് KPCC മുൻപേ തന്നെ സർക്കുലർ ഇറക്കിയിരുന്നു. വിഷയത്തിൽ ഹൈക്കമാൻഡിനും അതൃപ്തിയുണ്ട്. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.